am very pleased that your bishop has invited me to be one of the convention speakers this year. ഈ വർഷം തിരുവനന്തപുരം കൺവെൻഷനിലെ ഒരു പ്രസംഗന്മാരിൽ ഒരാളായി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിൽ, അഭിവന്യ തിരുമേനി എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Bishop and Bishop Amma are devoted and committed servants of God. അഭിവന്യ തിരുമേനിയും ബിഷപ്പമ്മയും വളരെ സമർപ്പണമുള്ള ദൈവ വേലക്കാരാണ്. Yesterday I listened to the message of Bishop Amma. ഇന്നലെ ഞാൻ ബിഷപ്പമ്മയുടെ സന്ദേശം കുടുംബസംഗമ യോഗത്തിൽ വെച്ച് കേൾക്കാനിടയായി. It was a very powerful message. വളരെ ശക്തിയേറിയ ഒരു സന്ദേശമായിരുന്നു അത്. I really enjoyed these convention meetings throughout these 3 days. ഈ 3 ദിവസവും ഇവിടുത്തെ കൺവെൻഷൻ യോഗങ്ങൾ ഞാൻ വളരെയധികം ആനന്ദിച്ചു. I am very happy and thankful to the choir which has been singing wonderful songs in a very solemn way. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന കുയറംഗങ്ങളുടെ പാട്ടുകൾ കേട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. So this is a great occasion and opportunity for all of us to thank God. നമുക്കെല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള, നന്ദി പറയാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് ഇവ. Life is often referred to as a pilgrimage. ജീവിതം പലപ്പോഴും ഒരു തീർത്ഥയാത്രയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. It is often said it is a journey. പലപ്പോഴും അതൊരു യാത്രയായി നമുക്ക് കാണാം. We know the book by John Bunyan, Pilgrim's Progress. ജോൺ ബനിയൻ എന്ന വിശ്വവിഖ്യാത ക്രൈസ്തവ എഴുത്തുകാരന്റെ പുസ്തകം നമുക്കറിയാം. And it is translated into Malayalam something like Paradesiyan Rakshaniya. പരദേശി മോക്ഷയാത്ര എന്ന് ആ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. പിൽഗ്രിം പ്രോഗ്രസ് എന്ന പുസ്തകം പരദേശി മോക്ഷയാത്ര എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. So the people of God are called to journey together. ദൈവത്തിന്റെ ജനം ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. And people of God are always involved in a pilgrimage. ദൈവത്തിന്റെ ജനം എപ്പോഴും ഒരു തീർത്ഥയാത്രയിലെ അംഗങ്ങളാണ്. From the Gospels we learn that Jesus has undertaken many journeys in his earthly life. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ മധ്യേ അവിടുന്ന് അനേക യാത്രകൾ നടത്തിയതായി സുവിശേഷം രേഖപ്പെടുത്തുന്നു. And we read from the synoptic Gospels his journeys were centered around Jerusalem. സമവീക്ഷണ സുവിശേഷങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാത്രകൾ യെരുശലേമിന് ചുറ്റുപാടുമായിരുന്നു എന്ന് രേഖപ്പെടുത്തി കാണുന്നു. But in John's Gospel, Jesus' journey was to and from Jerusalem. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ യാത്രകൾ പലതും യെരുശലേമിൽ നിന്നും യെരുശലേമിലേക്കും ആയിരുന്നു. And when Jesus journeyed, he invited people to journey with him. യേശു ക്രിസ്തുവിന്റെ യാത്രാ മധ്യേ അവിടുന്ന് പലപ്പോഴും ജനങ്ങളെയും തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ ക്ഷണിച്ചിരുന്നു. And Mark's Gospel tell us that Jesus was always on the way. മാർക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു എല്ലായ്പ്പോഴും യാത്രയിലായിരുന്നു എന്നാണ്. And on the way means on the way to the cross. യാത്രയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിലേക്കുള്ള യാത്രയിൽ. So the one who was on the way to the cross called people to follow him on the way to the cross. ക്രൂശിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന ഒരുവൻ ഇതാ ക്രൂശിലേക്കുള്ള യാത്രയിലേക്ക് തന്റെ ജനത്തെയും ക്ഷണിക്കുന്നു. And when Jesus invited many people to journey with him, some accepted the invitation. ഈ ക്രൂശിലേക്കുള്ള യാത്രാ മധ്യേ യേശു ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ ചിലർ യേശുവിന്റെ ആ വിളി കേട്ട് പ്രതികരിച്ച് യേശുവിനോടൊപ്പം യാത്ര ചെയ്തു. But some gave some excuses not to join the journey. എന്നാൽ ഈ യാത്രയോട് ചേരാതെ ചിലർ ഒരു ഒഴിവുകഴിവ് പറഞ്ഞ് പിന്മാറുകയും ചെയ്തു. In the Bible we have a common epistle called the Epistle to the Hebrews. എബ്രായ ലേഖനം എന്ന ഒരു പുസ്തകം വേദപുസ്തകത്തിൽ ഉണ്ടല്ലോ. And the Epistle of Hebrews talks about journey. എബ്രായ ലേഖനത്തിൽ യാത്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. When I was doing my master's studies in the United States, my dissertation was
pilgrim people or pilgrim motive in the book of Hebrews. അമേരിക്കൻ ഐക്യനാടുകളിൽ ഞാൻ എന്റെ ബിരുദാനന്തര ബിരുദ ദൈവശാസ്ത്ര പഠന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള തീർത്ഥയാത്ര നടത്തിയ വേദപുസ്തകത്തിലെ വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചത്. And one German scholar has written a beautiful commentary on the book of Hebrews titled The Wandering People of God. എബ്രായ ലേഖനത്തിന്റെ ഭാഷ്യം എഴുതിയ ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര് അലഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ സഞ്ചാരികളായ ദൈവജനം എന്നാണ്. And if we analyze the Old Testament, our ancestral history is full of pilgrimages, full of journeys. നാം പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മുടെ പൗരാണിക ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായി പ്രയാണങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ യാത്രകളെ കുറിച്ചാണ്. Today we listen to the reading from Utpatti chapter 12. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിച്ചത് കേട്ടല്ലോ. There Abraham was called to journey. അവിടെ അബ്രഹാം യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടു. And Abraham was called to undertake a journey to the destination God was trying to show him. ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാനാണ് അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടത്. And to go on the journey, Abraham was clearly told, now go from your country and your kindred and your father's house to the land I will show you. നിന്റെ രാജ്യത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതാവിന്റെ ഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക, യാത്ര ചെയ്യുക എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. Then in the book of Exodus we see Moses was called by God to journey. അതുപോലെ രണ്ടാമത് പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോഴും മോശയെ ദൈവം വിളിച്ചതും ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു. It was a different kind of a call. അത് വ്യത്യസ്തതരമായ വിളികളായിരുന്നു എന്ന് മാത്രം. Here Moses is told, go to the Pharaoh, go to Pharaoh to bring my people, the Israelites, out of Egypt. മോശയെ വിളിച്ചത് ഫറവോന്റെ അടുക്കിലേക്ക് പോവുക, പോയി എന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോവുക എന്ന് അയക്കുവാനായിട്ടാണ് വിളിച്ച് അയച്ചത്. The same God who has called Abraham, Moses and others to go is the same God finally manifested in Jesus Christ to undertake a particular journey. ഈ യാത്രകൾ ചെയ്യുവാൻ വിളിച്ച ദൈവം അബ്രഹാമിനെയും മോശയെയും തുടർന്ന് പല പൂർവ്വ പിതാക്കന്മാരെയും വിളിച്ച ദൈവം ഇതാ ഒടുവിൽ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട് അനേക യാത്രകൾ ചെയ്യുന്നതായി നാം കാണുന്നു. And this Jesus has called people to journey. ഇതേ യേശു ഇതാ ഒരു കൂട്ടം ജനത്തെ തന്നോടൊപ്പം യാത്ര ചെയ്യാൻ വിളിക്കുന്നു. And Jesus told the disciples, go ye therefore and teach all nations, baptizing in the name of the Father and of the Son and of the Holy Spirit. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലെ മഹാ ആജ്ഞയിലും തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, പുറപ്പെടുക, പോവുക, പോയി ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനമൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യരാക്കി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് അവരെ ശിഷ്യരാക്കുക എന്ന് പറയുന്നു. Presumably God is still saying to God's people, go. ഒരു പക്ഷേ ഇപ്പോഴും ദൈവം തന്റെ ജനത്തോട് പറയുന്നുണ്ട്, പോവുക. However, this divine imperative needs to be analyzed in totality. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ വ്യക്തമായി പൂർണ്ണ രീതിയിൽ നാം അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. In the first 11 chapters of the book of Genesis, the word go was first used with the reference to humankind when it had deviated from God's ways. നാം ഉൽപ്പത്തി പുസ്തകം 11 അധ്യായങ്ങൾക്കകത്ത് പഠിക്കുമ്പോൾ പോവുക, യാത്ര ചെയ്യുക എന്ന് പറയുന്ന വാക്ക് ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലാണ്. അത് മനുഷ്യൻ ദൈവഹിതം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന വിട്ട് അകന്നു പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവനെ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുവാൻ അയക്കുന്ന പോവുക എന്ന വാക്കാണ്. The man and woman who were created in the image of God, after God's likeness, when they deviated from God's ways, God had asked them to go out of the garden where they were enjoying their life. ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയ ജനത്തെ
പുരുഷനും സ്ത്രീയും ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുവെങ്കിലും ദൈവകൽപ്പന വിട്ട് മാറിപ്പോയപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെടുത്തി ദൈവം അവരെ പുറത്തേക്കാക്കി കൊണ്ടുപോകുന്നു. Here the word go means expulsion. ഇവിടെ പോവുക എന്ന് പറയുന്നത് ഒരു തരത്തിലെ ബഹിഷ്കരണമാണ്, അല്ലെങ്കിൽ പുറത്താക്കലാണ്. Expulsion because of the insincerity and disobedience of human beings. മനുഷ്യന്റെ അനുസരണക്കേടും മനുഷ്യന്റെ ആത്മാർത്ഥതയില്ലായ്മയും കാരണമുള്ള ഒരു തരത്തിലെ ബഹിഷ്കരണമാണ്, പുറത്താക്കലാണ് ഇവിടെ കാണുന്നത്. And the second occurrence of the word go comes in the 11th chapter of the book of Genesis. രണ്ടാമത് ഗോ അല്ലെങ്കിൽ പോകുക എന്ന വാക്ക് കാണുന്നത് 11ാം അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. In this chapter we read about the human effort. അവിടെ നമ്മൾ മനുഷ്യന്റെ ഒരു കഴിവ് കാണുന്നു, മനുഷ്യന്റെ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നു. People are getting together to build a tower and a city to earn a name for themselves. അവിടെ ചില മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യവംശം ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഒരു വലിയ ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നു, ഒരു പട്ടണം പണിയാൻ ആഗ്രഹിക്കുന്നു. And they were wanting to have one singular way of living. മനുഷ്യന്റെ ഒരേ തരത്തിലെ ജീവിതം ഉണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. But God said, let us go down. എന്നാൽ ദൈവം പറയുന്നു, നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം. This is too much of the humanity which I created. ഇത് മനുഷ്യവംശത്തെ ഞാൻ സൃഷ്ടിച്ചത് അധികമായി പോയി. So let us go down and disperse the people now. അതുകൊണ്ട് നമുക്കിപ്പോൾ ഭൂമിയിലേക്ക് പോയി മനുഷ്യനെ പല സ്ഥലങ്ങളിലേക്ക് വിഭജിച്ച് ആക്കണം. Actually, God's going down was a confirmation of the plurality and the diversity of of God's creation. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ വർദ്ധിച്ചു പെരുകലിന്റെയും ബഹുത്വത്തിന്റെയും അനേകത്വത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഒരു തെളിവായി മനുഷ്യനെ ദൈവം വ്യത്യസ്ത രീതികളിൽ ആക്കുന്ന ഈ ബാബേൽ സംഭവം കാണിക്കുന്നു. So therefore the second mentioning of the word go means God going down to affirm multiplicity, plurality and diversity in God's creation. അതുകൊണ്ട് പോകുക എന്ന് വിശുദ്ധ വേദ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗമായ ഉൽപ്പത്തി പുസ്തകം 11ാം അധ്യായത്തിൽ കാണുന്നത് മനുഷ്യനെ ദൈവം വൈവിധ്യ രീതികളിൽ, ബഹുത്വമായ രീതികളിൽ, അനേകത്വമായി വർദ്ധിച്ചു പെരുകുവാനായി പല സ്ഥലങ്ങളിലേക്ക് അയക്കുവാൻ പോകുക എന്ന വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And the third occurrence of go comes in the passage we listen to this afternoon. മൂന്നാമത്തെ പോകുക എന്ന വാക്ക് കാണുന്നത് നമ്മൾ ഇന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിലാണ്. In this chapter God calls Abraham, go to the place I am about to show you. ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് അവിടെയും പറയുന്നു. With that summons comes a promise to Abraham and the community or the descendants who are going to come through Abraham. അബ്രഹാമിലൂടെ ഇനി ഉണ്ടാകാൻ പോകുന്ന വലിയ ജനവംശത്തിന് ലഭിക്കാനിരിക്കുന്ന ഒരു കൽപ്പനയായിട്ട്, ഒരു നിശ്ചയമായ വിളിയായിട്ട് നമ്മൾക്കതിനെ കാണാം. If you go like this, I will bless you, and through you I will bless your own descendants. നീ പോകുകയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ വംശത്തെ അനുഗ്രഹിക്കും, നിന്റെ വരാൻ പോകുന്ന തലമുറകളെ എല്ലാം അനുഗ്രഹിക്കും എന്ന് ദൈവം പറയുന്നു. If we analyze the summons go to Abraham in the book of Genesis, we see like this. ഉൽപ്പത്തി പുസ്തകത്തിലെ പോകുക എന്ന ദൈവത്തിന്റെ നിർദ്ദേശം, ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. And the context is this. ഇതാണ് അതിന്റെ സാഹചര്യം. Genesis chapter 11 verse 30 says, ഉൽപ്പത്തി പുസ്തകം 11ാം അധ്യായം 30ാം വാക്യം പറയുന്നു, now Sarai was barren, she had no child. ഇപ്പോൾ സാറ വന്ധ്യയായ സ്ത്രീയായിരുന്നു, അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. The reference is cryptic and seems to be only descriptive. ഇതൊരു വർണ്ണനാത്മകമായ ഒരു നിഗൂഢമായ സത്യമായി നാം കാണുന്നു. Barrenness seems to be the way of human history. വന്ധ്യത എന്നത് മനുഷ്യ ചരിത്രത്തിലെ ഒരു വഴിയായി നാം കാണുന്നുണ്ട്. It is an effective metaphor for hopelessness. അത് ആശങ്കയുടെയും നിരാശയുടെയും ശക്തമായ ഒരു സാദൃശ്യമാണ്.
But in the following chapter, God speaks God's powerful word directly into a situation of barrenness. എന്നാൽ 12-ാം അധ്യായത്തിൽ ഈ വന്ധ്യതയിലേക്ക് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് നാം കാണുന്നത്. This is the ground of the good news. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം എന്നത്. The speech of God gives the good news to humanity. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വാക്കുകൾ മനുഷ്യവർഗത്തിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നു. Barrenness marks the deep futility of Israel, but speech of God asserts God's powerful life-giving message. വന്ധ്യത എന്നത് ഇസ്രായേലിന്റെ ഫലശൂന്യതയെ കാണുന്നു. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം എന്നത് നിരാശയിലുള്ള ദൈവജനത്തിന് ലഭിക്കുന്ന വലിയ പ്രതീക്ഷയെ കാണുന്നു. In reality, the speech of God overcomes and overpowers barrenness of human reality. മനുഷ്യ യാഥാർത്ഥ്യങ്ങളിലുള്ള സകല വന്ധ്യതയെയും ജയിക്കാനും പിടിച്ചടക്കാനും കഴിയുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. Therefore, go is an imperative and a promise. അതുകൊണ്ട് പോവുക എന്നത് അനിവാര്യമായതും പ്രധാനമായതും അതേസമയം ഒരു വാഗ്ദത്തവുമാണ്. Go is a summons and at the same time is also an assurance. പോവുക എന്നത് ഒരു കൽപ്പനയാണ്, അതേസമയം അതൊരു ദൈവിക ഉറപ്പും കൂടെയാണ്. Speech of God brings people to a faithful response. ഇവിടെയാണ് ഈ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിശ്വസ്തയോടുള്ള പ്രതികരണത്തിനായി വിളിക്കപ്പെടുന്നത്. Go is a call to the barren ones to pilgrimage. ഈ പോവുക എന്നത് ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു മാതൃകയാണ്. In order to come to life, ജീവിതത്തിലേക്ക് വരാൻ. God calls the hopeless ones into the community with the future. എല്ലാ നിരാശയിലായിരിക്കുന്നവരെയും പ്രതീക്ഷയുടെ ഭാവിയിലേക്ക് ദൈവം വിളിക്കുന്നു, വരിക എന്ന്, അല്ലെങ്കിൽ പോവുക എന്ന്. In other words, God calls the fixed community into pilgrimage. ദൃഢമായി ഇരിക്കുന്ന ജനത്തെ, ഒരിടത്ത് ഉറച്ചു മാത്രം ഇരിക്കുന്ന ജനത്തെ പുറപ്പെടാനായി, ഒരു തീർത്ഥയാത്രയ്ക്കായി വിളിക്കുന്ന ഒരു വിളിയാണ് പോവുക എന്നത്. It is a pilgrimage that involves a departure from securities. സുരക്ഷിത സ്ഥലങ്ങളിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറപ്പെടാനായി വിളിക്കുന്ന ഒരു തീർത്ഥയാത്രയ്ക്കുള്ള വിളിയാണ് പോവുക എന്നത്. It is at the same time a departure in risk. അതേസമയം അപകട സാധ്യത ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു വിളിയുമാണിത്. So the imperative go is followed by the promise presented in 5 first person pronouns. അതുകൊണ്ട് ഈ അനിവാര്യമായ പോവുക എന്ന ഈ ശബ്ദം വേദപുസ്തകത്തിൽ ഉത്തമ പുരുഷ പദപ്രയോഗമായി 5 സ്ഥലങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. Firstly, I will make of you. ഒന്നാമത് പറയുന്നത് ഞാൻ നിന്നെ ആക്കും. Secondly, I will bless you. രണ്ടാമത് പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും. Thirdly, I will magnify your name. മൂന്നാമത് പറയുന്നു ഞാൻ നിന്റെ നാമത്തെ ഉയർത്തും. Fourthly, I will bless those who will bless you. നാലാമത് പറയുന്നു നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. And fifthly and finally, I will curse those who curse you. അഞ്ചാമത് പറയുന്നു നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. And when you accept this command of God, go, I will do all these things for you. ഞാൻ നിന്നോട് പറയുന്ന പോവുക എന്ന കൽപ്പന നീ അനുസരിക്കുമെങ്കിൽ ഈ 5 കാര്യങ്ങളും ഞാൻ ചെയ്യും എന്ന് ദൈവം പറയുന്നു. But friends, when we go further into the book of Genesis, we see something different. എന്നാൽ തുടർന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് കാണുന്നത്. The same God who had asked Abraham to go to undertake a journey to a promised land is the one now, when he had given a son to him, says, go and sacrifice your son. അബ്രഹാമിനെ വിളിച്ച ദൈവം വാഗ്ദത്ത ദേശത്തിലേക്ക് വിളിച്ച് പോവുക എന്ന് അയച്ചതുപോലെ ഇതാ ഇപ്പോൾ ദൈവം തുടർന്ന് അബ്രഹാമിനോട് പറയുന്നു നിന്റെ മകനെ പോയി യാഗം കഴിക്കുക. When the promise came that Abraham would be blessed with a child, he was old, his wife was barren, she was old, but Abraham believed in the one who was giving that promise. വളരെ വാർദ്ധക്യത്തിലെത്തിയ അബ്രഹാമും ബന്ധിയായിരുന്ന തന്റെ ഭാര്യയും വളരെ വാർദ്ധക്യത്തിൽ ദൈവം വിളിച്ചപ്പോൾ, അവർക്ക് വാഗ്ദത്തം കൊടുത്തപ്പോൾ, നിനക്കൊരു പൈതൽ തരുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ദൈവം അവരെ പോകാനായി പുറപ്പെടാനായി പറയുകയാണ്. And when we read the 3 passengers who dropped by at Abraham's house,
and they told him that they were going to have a child, his wife Sarai laughed. 3 യാത്രികരായി 3 പഥികരായി ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടപ്പോൾ ഈ വാഗ്ദത്തം പറഞ്ഞ സമയത്ത് അബ്രഹാമിന്റെ ഭാര്യ സാറായി അവിശ്വാസം കൊണ്ട് ചിരിച്ചുപോയി. Sarai laughed because of doubt. സംശയം കൊണ്ട് സാറായി ചിരിച്ചു. Sarai laughed because she wouldn't believe that word, because she was old. വളരെ വളരെ വാർദ്ധക്യത്തിൽ എത്തിയതുകൊണ്ട് സാറായിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടും അവർ ചിരിച്ചു. But later, when the child was born, once again the Bible says Sarah laughed. എന്നാൽ വേദപുസ്തകം പറയുന്നു ആ ഒരു കുഞ്ഞ് സാറായിക്ക് ജനിച്ചപ്പോൾ പിന്നെയും ഒരിക്കൽ കൂടെ സാറായി ചിരിച്ചു. Now it is a laughter of joy and celebration. ഇപ്പോൾ ചിരിക്കുന്നത് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും ചിരിയാണ്. Here we see that God was able to transform the laughter of doubt into laughter of celebration. ഇവിടെ നാം കാണുന്നത് സംശയത്തിന്റെ ചിരിയിൽ നിന്ന് ആഘോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ചിരിയിലേക്ക് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയാണ്. But in the midst of all these, now God tells Abraham, go and sacrifice your only child Isaac. ഇതിന്റെ എല്ലാം നടുവിൽ ദൈവം പിന്നെയും അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഒരേ ഒരു മകൻ ഇസഹാക്കിനെ തന്നെ കൊണ്ട് പോവുക, യാഗം കഴിക്കുക. This would have been a difficult thing for Abraham. അത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. But he had no argument with God. എന്നാൽ ദൈവത്തോട് അദ്ദേഹത്തിന് ഒരു സംവാദങ്ങളുമില്ല. And he went to sacrifice his own son Isaac. അതുകൊണ്ട് ഇസഹാക്ക് എന്ന തന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ അബ്രഹാം കടന്നുപോയി. It was like sacrificing his own future. തന്നെ ഭാവിയെയാണ് അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്നത്. But by that obedience the history began. എന്നാൽ ആ അനുസരണത്തിൽ നിന്നാണ് ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്നു. From nothingness something began to happen, and now from almost the 0 point something big is going to happen. ഒന്നുമില്ലായ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ പുതിയത് ആരംഭിച്ചു. എന്നാൽ പിന്നെയും പൂജ്യത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ ഇത് ആരംഭിക്കാൻ പോകുന്നു. Our problem is that we like to be a fixed community. എന്നാൽ നമ്മുടെ പ്രശ്നം എന്നത് പലപ്പോഴും നമ്മൾ ദൃഢമായി ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമുദായം എന്നത് ആണ്. Because to accept God's call, go, becomes a difficult thing for us. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോവുക എന്നത് ദൈവത്തിന്റെ ആ വിളി വളരെ പ്രയാസം ഉള്ളതായിരിക്കാം. It is like losing our own comforts and all kinds of enjoyment in human life. നമ്മുടെ ആനന്ദവും നമ്മുടെ ആശ്വാസപരമായ കാര്യങ്ങളും നഷ്ടപ്പെടുന്നതാണ് പോവുക എന്നുള്ള കൽപ്പന അനുസരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. But God still wants us to go. എന്നാൽ ദൈവം നമ്മളോട് എന്നാലും പറയുന്നു, ഇപ്പോഴും പറയുന്നു പോവുക എന്ന്. Because God, the one who comes to humanity, stretches his hands in grace. ഇതാ ദൈവം മനുഷ്യനിലേക്ക് വന്ന ദൈവം തന്റെ 2 കരങ്ങളും കൃപയുടെ കരങ്ങളായി നമ്മുടെ മേൽ നീട്ടിയിട്ടുണ്ട്. And the response of humanity can be to get hold of the stretched hands of God. അതുകൊണ്ട് മനുഷ്യവർഗം ചെയ്യേണ്ടത് ആ നീട്ടപ്പെട്ടിരിക്കുന്ന കരങ്ങളെ പിടിച്ചുകൊണ്ട് പ്രതികരിക്കുക എന്നതാണ്. That means we join God in God's journey. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ യാത്രയിൽ നമ്മളും കൂടെ പങ്കുചേരുക എന്നതാണ്. We are accustomed to building cities and towers for ourselves. നാം പലപ്പോഴും നമുക്കായി ഗോപുരങ്ങളും പട്ടണങ്ങളും പണിയുന്നതിൽ എപ്പോഴും തിടുക്കമുള്ളവരാണ്. We are always inclined to earn a name for ourselves. നാം പലപ്പോഴും നമുക്കായി ഒരു പേരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. But the only name that is given to us is God's name. എന്നാൽ ദൈവത്തിന്റെ പേര് മാത്രമാണ് അവിടെ ഉണ്ടാകേണ്ടത്. And therefore, through these stories, we come to know that God's call, go,
must be adhered to. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് പറയുന്ന പോവുക എന്ന ദൈവത്തിന്റെ കൽപ്പന തീർച്ചയായും അനുസരിക്കേണ്ടിയിരിക്കുന്നു. When we read John's Gospel, യോഹന്നാൻ സുവിശേഷം നാം പഠിക്കുമ്പോൾ in the beginning was God, ആദിയിൽ ദൈവമുണ്ടായിരുന്നു, and the Word was with God, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, and the Word was ആ God. വചനം ദൈവമായിരുന്നു. But that Word became flesh എന്നാൽ and dwelt among human beings, എന്നാൽ full of grace and truth. എന്നാൽ ആ വചനം ജഡമായി തീർന്ന് മനുഷ്യരോടൊപ്പം കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. This is called incarnation. അതാണ് അവതാരം എന്നത്. The one who was with God and the one who was God now chooses to come for the deliverance and redemption of humanity. ദൈവത്തോടു കൂടെ ഇരുന്നവൻ, ദൈവമായിരുന്നവൻ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി മനുഷ്യനായി തീരുവാൻ സ്വയം തെരഞ്ഞെടുത്തു എന്നതാണ് അവതാരം. And Paul, while describing this Jesus as going to people, says like this. പൗലോസ് യേശുക്രിസ്തു മനുഷ്യരിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. Though he was like God, he did not count it as a thing to be grasped. ദൈവം യേശുക്രിസ്തു ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. Rather he emptied himself and took the form of a slave. അവൻ തന്നെത്താൻ ശൂന്യനാക്കി ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. This is kenosis. അതാണ് കെനോസിസ് എന്ന് പറയുന്ന സിദ്ധാന്തം. This is emptying oneself. അത് തന്നെ തന്നെ ശൂന്യനാക്കുന്നതാണ്. So the meaning of incarnation is in this kind of act of emptying. അവതാരം എടുക്കൽ എന്നത് അർത്ഥമാക്കുന്നത് തന്നെ തന്നെ ശൂന്യനാക്കുന്നതാണ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. So Jesus is going was for the sake of humanity. അതുകൊണ്ട് യേശുക്രിസ്തു ഇതാ ഇവിടെ യാത്ര ചെയ്യുകയാണ് മനുഷ്യന്റെ രക്ഷയ്ക്കായി. And that's going involved many risks, challenges and dangers. ഈ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള യേശുക്രിസ്തുവിന്റെ യാത്രാമധ്യേ ഒരുപാട് അപകടങ്ങളും അപകട സാധ്യതകളും നിറഞ്ഞിരിക്കുന്നു. And Jesus proclaimed, I have come that they may have life and have it abundantly. യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വന്നത് മനുഷ്യന് ജീവൻ ഉണ്ടാകാനാണ്, ആ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാനാണ്. This comes in the 10th chapter of John, verse 10. ഇത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. But John doesn't fail to say the abundance of life, fullness of life and all eternal life can come only by emptiness. യോഹന്നാൻ അത് പറയുമ്പോൾ തന്നെ സമൃദ്ധിയായ ജീവനെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ യോഹന്നാൻ ഒരിക്കലും പറയാൻ പരാജയപ്പെടുന്നില്ല. നിത്യജീവനും സമൃദ്ധിയായ ജീവനും വരുന്നത് തന്നെത്താൻ ശൂന്യനാക്കുമ്പോൾ മാത്രമാണ് എന്ന്. The corn of wheat must fall on the ground and die in order to give life. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെയിരിക്കും, ചത്തുവെങ്കിൽ മാത്രമേ വലിയ വിളവുണ്ടാവുകയുള്ളൂ. So the Son of Man must be lifted up on the cross so that all people can be lifted up towards him. മനുഷ്യപുത്രൻ ക്രൂശിൽ ഉയർത്തപ്പെട്ടാൽ മാത്രമേ സകല മാനവജനങ്ങളെയും യേശുവിലേക്ക് ആകർഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് യോഹന്നാൻ പറഞ്ഞു. Therefore, it is very important that we accept the going of God, going of Jesus and the command of God and the command of Jesus to go. അതുകൊണ്ട് ദൈവത്തിന്റെ പോവുക എന്നുള്ള പ്രതിഭാസം, യേശുക്രിസ്തുവിന്റെ പോവുക എന്നുള്ള യാത്ര, പോവുക എന്നുള്ള കൽപ്പന വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. When God calls us to go, God gives us the assurance that God's presence goes with us. നമ്മളോട് പോവുക എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പും നൽകുന്നുണ്ട്. When God called Moses to go to Pharaoh to bring God's people out of Egypt, God promises Moses. മിസ്രയീമിൽ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാനായി മോശയോട് പോവുക എന്ന് പറയുമ്പോൾ അതേസമയം മോശയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പും നൽകുന്നുണ്ട്. There God says, my presence shall go with you. ദൈവം ഇങ്ങനെയാണ് മോശയോട് പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിന്നോടൊപ്പം പോരും. You may be a man who stammers. നീ വിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. You may not have an intelligent speech. നിനക്ക് നല്ലവണ്ണം ബൗദ്ധികമായി സംസാരിക്കാനുള്ള കഴിവില്ലായിരിക്കാം. But the only assurance I can give you is that my presence shall go with you. എന്നാൽ നിനക്ക് തരാൻ കഴിയുന്ന ഒരേ ഒരു വാഗ്ദത്തം ഇതാണ്, എന്റെ സാന്നിധ്യം നിന്നോടൊപ്പം പോരും. Therefore Moses goes into Pharaoh's house very courageously. അതുകൊണ്ട് മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരെ ധൈര്യത്തോടു കൂടെയാണ് പോയത്.
Because he has understood the word go, now he goes into Pharaoh's house. കാരണം ദൈവം പറഞ്ഞ പോവുക എന്ന വാക്കിന്റെ അർത്ഥം മോശ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഇതാ ഫറവോന്റെ വീട്ടിലേക്ക് മോശ പോകുകയാണ്. And he goes to Pharaoh and tells him, let my people go. മോശ പോയി ഫറവോന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, എന്റെ ജനം പോകട്ടെ. And the one who asked Moses to go was the one who now assured his presence to him in the process of liberation of the slaves from bondage. ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്ന വിമോചനത്തിന്റെ ഈ ദൈവിക മഹനീയ പദ്ധതിയിൽ പോകുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കൽപ്പനയാണ്. The journey to which we are involved may involve hardships and struggles. ഈ പോകുന്ന യാത്രയിൽ ജീവിതത്തിൽ തീർച്ചയായും കഷ്ടപ്പാടുകളും വേദനകളും സംഘട്ടനങ്ങളും ഉണ്ടായേക്കാം. But that is the model given to us. എന്നാൽ ആ മാതൃകയാണ് ക്രൈസ്തവരായ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. If we read Luke chapter 9 verse 51. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോൾ there the evangelist says, when the days came near for him to be taken up, he set his face towards Jerusalem. അവിടെ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ക്രൂശിക്കപ്പെടാനുള്ള സമയം ആയപ്പോൾ കർത്താവ് യെരുശലേമിലേക്ക് യാത്രയായി. The days were coming for him to be taken away, but now Jesus decides to go to Jerusalem. എടുക്കപ്പെടാനുള്ള സമയമായപ്പോൾ കർത്താവ് ഇതാ യെരുശലേമിലേക്ക് സ്വയം പോകാനായി തന്നെ ഒരുക്കുകയാണ്. He knows for sure that there is going to be a danger for his life. ഒരു വലിയ അപകടം അവിടെ ഇരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. ആ അപകട സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെ യെരുശലേമിലേക്ക് പോകാൻ യേശു തയ്യാറായി. And that Jesus, according to Mark, he was undertaking the journey to the cross. അത് മർക്കോസ് സുവിശേഷകന്റെ എഴുത്തനുസരിച്ച് അത് ക്രൂശിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. And on the journey, Jesus was teaching his disciples about his passions, his death and his resurrection. ആ യാത്രാ മധ്യയാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ക്രൂശിനെ കുറിച്ചും ക്രൂശീകരണത്തെ കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നത്. Jesus sent his disciples to the villages of Caesarea Philippi. അവിടെ കൈസരിയയിലെ ഫിലിപ്പിയയിലേക്ക് തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. And on the way he asked his disciples, who do people say that I am? ആ യാത്രാ മധ്യേ യേശു ഒരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? And the disciples come out with many answers people were giving. ശിഷ്യന്മാർ പല ഉത്തരങ്ങളും ജനങ്ങൾ പറയുന്നതനുസരിച്ച് യേശു ആരാണെന്ന് യേശുവിനോട് പറഞ്ഞു. This comes in 8th chapter verses 27 and 28. അത് മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. But if you look at the next verse, verse 29, Jesus tells or asks the disciples, it's okay what people say about me, but what do you say who I am? 8-ാം അധ്യായം 29-ാം വാക്യം പഠിക്കുമ്പോൾ യേശു പറയുകയാണ്, ശരി ആൾക്കാരെന്തോ പറയട്ടെ, പക്ഷെ നിങ്ങൾ എന്താണ് പറയുന്നത്, ഞാൻ ആരാണെന്ന്. And immediately Peter answered, you are the Messiah. ഉടൻ തന്നെ പത്രോസ് മറുപടി പറഞ്ഞു, നീ മെശിഹയാണ്. But the disciples did not know what kind of Messiah Jesus was. എന്നാൽ യേശുക്രിസ്തു ഏതു തരത്തിലെ മെശിഹയാണെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നില്ല. On the contrary, something strange was happening on the way. എന്നാൽ അതേ സമയം തന്നെ വളരെ വൈരുദ്ധ്യമായി ആ വഴിയിൽ വേറെ ചില കാര്യങ്ങളും നടക്കുന്നു. And the disciples were who would be the greatest. ആ യെരുശലേമിലേക്കുള്ള യാത്രയിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു മത്സരവും ആ യാത്രയിൽ നടക്കുന്നുണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ. And the sons of Zebedee, John and James, come to Jesus and they are asking for right and left hand sides in God's kingdom. സെബദി മക്കൾ വന്ന് യോഹന്നാനും യാക്കോബും വന്ന് യേശുക്രിസ്തുവിന്റെ വലതും ഇടതും ഇരിക്കണം, അവൻ ദൈവരാജ്യത്തിൽ വരുമ്പോൾ എന്നുള്ള അപേക്ഷ അഭ്യർത്ഥിക്കുന്നു. Therefore Jesus had to teach them about discipleship. ആ സമയത്ത് യേശുക്രിസ്തു അവരെ ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. And he is in a way telling them, you have been coming with me,
You have been following me in this journey, but you are unable to understand who I am. യേശുവോട് പറയുകയാണ്, നിങ്ങൾ ഇത്രയും കാലം എന്നോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നു, ഇത്രയും കാലം എന്നോടൊപ്പം വന്നുകൊണ്ടിരുന്നു, എന്നാലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന് യേശു പറയുകയാണ്. And Mark tells an important thing by almost the end of this journey towards ഈ Jerusalem. യെരുശലേമിലെ യാത്രയുടെ ഏകദേശം അവസാനം വരുമ്പോൾ മാർക്കോസ് മറ്റൊരു സംഭവം പറയുകയാണ്. If we read 10th chapter verses 46 to 52, there we see a miracle. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ അവിടെ യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. There was a man who was a blind man. His name was Bartimaeus. അദ്ദേഹത്തിന്റെ പേര് ബർത്തിമായി എന്ന ഒരു ഭിക്ഷക്കാരന്റെ അത്ഭുത രോഗശാന്തിയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നു. He wanted his sight to be restored. തന്റെ കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. And Jesus restored his sight. യേശു അവന്റെ കാഴ്ചയെ മടക്കി കൊടുത്തു. So Mark tells what happens when his sight was restored. മർക്കോസ് പറയുകയാണ്, ബർത്തിമായിയുടെ കണ്ണിന്റെ അന്ധത മാറിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് മർക്കോസ് എഴുതിയിരിക്കുന്നു. When the blind man was restored to sight, he did not go to his house, he did not go to his village, rather he chose to follow Jesus, who was on the way to the cross. ഈ കുരുടനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ട് തന്റെ വീട്ടിലേക്കോ തന്റെ ഗ്രാമത്തിലേക്കോ പോകാൻ ബർത്തിമായി ആഗ്രഹിച്ചില്ല. പിന്നെയോ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്കുള്ള യെരുശലേമിലെ പ്രയാണത്തിൽ യേശുവിനോടൊപ്പം പോകാൻ ബർത്തിമായി തീരുമാനിക്കുന്നു. This is the way Mark presents the journey to Jerusalem. ഇങ്ങനെയാണ് മർക്കോസ് യെരുശലേമിലേക്കുള്ള യേശുവിന്റെ യാത്രയെ മനോഹരമായി പ്രതിപാദിക്കുന്നത്. Those with eyes like disciples wouldn't understand the way to the cross. കണ്ണു തുറക്കപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്കുള്ള യാത്ര മനസ്സിലായില്ല. But the man with blindness was able to understand. എന്നാൽ കുരുട്ടുകണ്ണനായ ഒരു മനുഷ്യന് ഇതാ ക്രൂശിലേക്കുള്ള യാത്രയുടെ അർത്ഥം മനസ്സിലാകുന്നു. Therefore, sisters and brothers in Christ, tonight I want to share with you what it means to journey with this Lord Jesus Christ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ രാത്രിയിൽ യേശു ക്രിസ്തുവിനോടുള്ള ഈ യാത്ര പുറപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. First, it is the announcement of the kingdom. ക്രിസ്തുവിനോടുള്ള യേശുവിനോടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, അത് ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനമാണ്. It is the proclamation. അത് ഒരു പ്രഖ്യാപനമാണ്. It is the proclamation that the kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചു എന്ന് വിളിച്ചു പറയുന്ന പ്രഖ്യാപനമാണ് യേശുവിനോടുള്ള യാത്ര. It is the proclamation that we have to repent and believe in the gospel. മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വിളിച്ചു പറയുന്ന പ്രഖ്യാപനമാണ് ഈ യാത്ര. How do we understand the values of the kingdom? ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Jesus tells that we have to discern the signs of the kingdom. യേശുക്രിസ്തു പറയുന്നു, ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ നാം വിവേചിച്ചറിയണം. This means the setting of signs of the kingdom. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറയുകയാണ്. This means healing of lives. അത് ജീവിതങ്ങൾക്കുള്ള സൗഖ്യമാണ്. It means driving out of evil forces from human lives. മനുഷ്യ ജീവിതത്തിലെ എല്ലാ തിന്മയുടെ ശക്തികളും പുറത്താക്കലാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്നത്. It means teaching to people a new way of being and acting. ഒരു പുതിയ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതും ജീവിക്കുന്നതുമാണ് ഈ ദൈവരാജ്യത്തിൽ പുതിയ യേശുവിനോടുള്ള യാത്ര എന്നതിന്റെ അർത്ഥം. And secondly, the announcement or the proclamation is this. രണ്ടാമത് യേശുവിനോടുള്ള യാത്രയുടെ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്. പ്രഖ്യാപനത്തിന്റെ യാത്രയുടെ പ്രത്യേകത ഇതാണ്. It is announcing of solidarity with the people, poor and the oppressed. ദരിദ്രരോടും മർദ്ദിതരോടുമുള്ള ഐക്യദാർഢ്യത്തിലുള്ള യാത്രയാണ് യേശുവിനോടുള്ള യാത്ര. To go with Jesus is to go to the poor people, to the marginalized and to the oppressed of the society. സമൂഹത്തിലെ മർദ്ദിതരോടും ചൂഷിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അടുക്കിലേക്കും ദരിദ്രന്റെ അടുക്കിലേക്കും പോകുന്നതാണ് യേശുവിന്റെ അടുക്കിലേക്ക് പോവുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. To go to such people with the message that they are in fact the children of God. അവരും ദൈവ മക്കളാണ് എന്ന് അവരോട് പറയുവാനുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. It is appropriate that I quote from Albert Nolan. ആൽബർട്ട് നൊലാന്റെ ഒരു
ഒരു കോട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ഉദ്ധരണി പറയാൻ ആഗ്രഹിക്കുന്നു. And he says the option for the poor is not a choice about the recipients of the gospel message. അദ്ദേഹം പറയുന്നത് സുവിശേഷത്തിന്റെ ഒരു വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നതല്ല ദരിദ്രന്റെ അടുക്കിലേക്ക് പോവുക എന്ന ദൗത്യം. It is not about the recipients of the gospel message to whom we must preach the gospel. സുവിശേഷം ആരോട് പ്രസംഗിക്കണം എന്നുള്ളതല്ല പ്രാധാന്യം. But he says it is a matter of what gospel we are to preach to such people. എന്നാൽ ഇങ്ങനെയുള്ള എളിയവരോട് എന്ത് സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. Another scholar by the name John Sobrino says like this. ജോൺ സൊബ്രീനോ എന്ന ഒരു പണ്ഡിതൻ ഇപ്രകാരം ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. The crucified people are not only characteristic in our age, but they are the fundamental and in our opinion the central reality of this age. ക്രൂശിക്കപ്പെട്ട ജനം എന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കാലങ്ങളിലുള്ളത് മാത്രമല്ല, നമ്മുടെ കാലങ്ങളിലുള്ള ലക്ഷണങ്ങളിൽ കാണുന്ന മനുഷ്യർ മാത്രമല്ല, യഥാർത്ഥത്തിൽ അവരാണ് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ കേന്ദ്ര യാഥാർത്ഥ്യം എന്നത്. And he says the crucified people are the privileged presence of our living God. അവരാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സകല പ്രവർത്തനങ്ങളുടെയും ബിന്ദു പദത്തിന്റെ പ്രബലമായ സാന്നിധ്യം എന്നത് ക്രൂശിക്കപ്പെട്ട ജനമാണ്. Thirdly, to go with Jesus is to carry in our bodies the marks of crucifixion and the glory of resurrection. യേശു ക്രിസ്തുവിനോട് കൂടെ പോവുക എന്ന് പറയുന്നത് മൂന്നാമത് അർത്ഥമാക്കുന്നത് ക്രൂശീകരണത്തിന്റെ ചൂടടയാളം വഹിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. To go with Jesus is to take up the costly discipleship. യേശു ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് വിലയേറിയ ശിഷ്യത്വത്തിലേക്കുള്ള യാത്രയാണ്. This is to walk the path of the cross. ഇത് ക്രൂശിലേക്കുള്ള ഒരു വഴിയാണ്. To go with Jesus is to walk in a path that had overcome the powers of evil in the world. യേശു ക്രിസ്തുവിനോടൊപ്പം നടക്കുക എന്നത് ക്രൂശിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്തിലെ സകല തിന്മകളെയും ജയിക്കാനുള്ള ഒരു യാത്ര കൂടെയാണ്. So going with Jesus is to carry in our own bodies the marks of the crucifixion of our Lord Jesus. ക്രൂശിന്റെ ചൂടടയാളം വഹിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് ഈ യാത്ര. But Paul says, എന്നാൽ പൗലോസ് പറയുന്നു, we go in hope. എന്നാൽ നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് പ്രതീക്ഷയോടെയാണ്, പ്രത്യാശയിലേക്കാണ്. Because Christ has called us into a living hope. കാരണം നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. So we not only carry the marks of crucifixion of our Lord, but also carry the glory of his resurrection, the message of hope to our people. ക്രൂശിന്റെ ചൂടടയാളം മാത്രമല്ല നമ്മൾ വഹിക്കുന്നത്, നാം പുനരുത്ഥാനത്തിന്റെ മഹത്വവും വഹിക്കുന്നു. അതാണ് ക്രൂശിന്റെ സന്ദേശം നാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. Fourthly, to go with Jesus means to go into the new activity with Christ. നാലാമത് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നത് ക്രിസ്തുവിനോടുള്ള പുതിയ കർമ്മപഥത്തിലേക്കുള്ള യാത്രയാണ്. That is to go in the new spirit, with the new spirit and the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുള്ള ഒരു യാത്രയാണ്. The spirit who will guide us into all truth in human സകല life. സത്യത്തിലും നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു യാത്രയിലേക്കാണ് യേശു നമ്മളെ വിളിക്കുന്നത്. A spirit who will help us create a community of mutual sharing. പരസ്പരം അന്യോന്യം പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വിളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലേക്കുള്ള യാത്രയാണ് ഇത്. So to go with Jesus is fourthly to go with the power of the Holy Spirit. നാലാമത് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു യാത്ര ചെയ്യുക എന്നതാണ്. And fifthly and finally, to go with Jesus, to go wherever Jesus leads us. അഞ്ചാമത്, അതായത് ഒടുവിലായി, യേശുവിനോടുകൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് എവിടെയാണോ യേശു അയക്കുന്നത്, എവിടെയാണോ കർത്താവിന്റെ സാന്നിധ്യമുള്ളത് അവിടേക്ക് പോവുക എന്നത് തന്നെയാണ്. It is to go firstly to the unknown. ഒന്നാമത് അറിയപ്പെടാത്ത ജനങ്ങളുടെ അടുക്കിലേക്ക് പോവുക എന്നത് തന്നെയാണ്. Secondly, to go into the new.
പുതിയ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതുമയിലേക്ക് പോവുക എന്നതാണ്. Thirdly, to go into the uncertain. അസ്വസ്ഥതകളിലും അനിശ്ചിതത്വങ്ങളിലേക്കും പോവുക എന്നതാണ്. And fourthly, to go into new partnerships and into wherever it takes us. പുതിയ പങ്കാളിത്തത്തിലേക്ക് എവിടെയെല്ലാം കർത്താവ് നമ്മളെ വിളിക്കുന്നു അവിടേക്കെല്ലാം പോകുവാനുള്ള ഒരു യാത്രയാണിത്. So to journey with Jesus, what matters is our faithfulness. നമ്മുടെ വിശ്വസ്തതയാണ് യേശുവിനോടുള്ള യാത്രയിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. Only when we journey with our Lord Jesus, we will be able to know the spirit of Jesus. യേശു ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്താൽ മാത്രമേ യേശുവിന്റെ ആത്മാവ് എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ. God is fashioning a new pattern of social relations. ഇതാ സമൂഹത്തിലെ പുതിയ ബന്ധങ്ങളുടെ ഒരു രീതിയാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. A new pattern of social relations in which privilege will have to attend to poverty. പല നമ്മുടെ ആനുകൂല്യങ്ങളും ജീവിതത്തിലെ പല അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദാരിദ്ര്യ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവം യേശുവിന്റെ ഈ യാത്രയിൽ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. In which power has to submit to pain of the humanity. സകല വേദനകളും മനുഷ്യവർഗത്തിന്റെ വേദനയിലേക്ക് സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു വിളിയുണ്ട് ഇതിൽ. And thirdly, advantage will have to be repositioned in order to let the people who are kept out of our circle. നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവസ്ഥകൾക്ക് മാറ്റം വരത്തക്ക തരത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അറിയപ്പെടാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് പോകാനുള്ള ഒരു വിളിയുമാണിത്. Therefore, sisters and brothers in Christ, this is a chirological moment. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് വളരെ വളരെ നിർണായകമായ ഒരു സമയമാണ്. This is the decisive moment in our life. ഇത് നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. We have to make a decision. We shouldn't miss the opportunity. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കാതെ തീരുമാനമെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ആലോചന പറയുന്നു. Let us resolve to journey with our Lord Jesus. നമുക്ക് വരിക, നമുക്ക് യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. Because journeying with Jesus gives us joy and peace. യേശുവിനോടുള്ള യാത്ര നമുക്ക് ആനന്ദവും സമാധാനവും തരുന്നു. Our anxieties and anguishes are wiped away. നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ വേദനകളും ഇതാ എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടുന്നു. Our ancestral history is full of such journeys. നമ്മുടെ പൗരാണിക കഥകൾ ഒക്കെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ നിരന്തരമായ യാത്രകളാണ്. And Jesus' journey tells us the same message. യേശുക്രിസ്തുവിന്റെ യാത്രയും പറയുന്നത് അത് തന്നെയാണ്. As true disciples of Jesus Christ who are gathered here this evening, let us accept the call to journey along with Christ. Let us go to the place where Jesus leads us to go. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ പറയുന്നത്, നമുക്കൊരു തീരുമാനമെടുക്കാം. എവിടെയാണോ നമ്മൾ പോകണം എന്ന് യേശു ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ ഒരു ആഹ്വാനം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. The message we carry is the kingdom of God is at hand. നാം വഹിക്കേണ്ട സന്ദേശം ഇതാണ്, ഇതാ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. Let us all repent from our past ways. അതുകൊണ്ട് നമ്മുടെ സകല ഭൂതകാലത്തെ ഓർത്ത് നമുക്ക് മാനസാന്തരപ്പെടാം. Let us look at God in a new way. നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു പുതിയ ദിശാബോധത്തോടെ നോക്കാം. Therefore, let us believe in the good news, the gospel. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിൽ ഇങ്ങനെ വിശ്വസിക്കാം. And let us tonight commit ourselves with humility that Lord Jesus may get hold of all of us. കർത്താവായ യേശു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ശരണപ്പെടാം. Let us submit ourselves to the beckoning of this call. നമുക്ക് ഈ വിളിക്ക് പ്രതികരിച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. Surely our laughter of doubt will become a laughter of joy. നമ്മുടെ സംശയത്തിന്റെ ചിരി മാറി ആനന്ദത്തിന്റെ ചിരിയായി മാറും. Let us be children of laughters of joy always. നമുക്ക് ആനന്ദത്തിന്റെ ചിരിയുടെ കുഞ്ഞുങ്ങളായി എല്ലായ്പ്പോഴും മാറാം. അതിനായി ദൈവം സഹായിക്കും. May the good Lord continue to bless you and me. നല്ലവനായ ദൈവം എന്നെയും നിങ്ങളെയും അതിനായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. Amen. ആമേൻ.